കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ നമ്മൾ പഠിച്ചത്? ഓക്കെ, ആദിശ്രീ പറയും കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചതെന്ന്. ബി ഫോർ ബേർഡ് പഠിച്ചല്ലേ? പിന്നെയോ? പറഞ്ഞോ. ബി ഫോർ ബേർഡ്, ബി ഫോർ ബേർഡ്, ബി ഫോർ ബോയ്, പിന്നെ ബി ഫോർ ബലൂൺ. ബി ഫോർ ബലൂൺ. എന്താ ആദിശ്രീന്റെ അമ്മക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അത് മ്യൂട്ട് ആയിട്ട് പിന്നെ അൺമ്യൂട്ട് ആവുന്നില്ലോ മിസ്സേ. അൺമ്യൂട്ട് ആവാത്തത് ഞാൻ ഇവിടെ അങ്ങനെ ചെയ്തു വെച്ചോണ്ടാണ്. അതെയോ? അവൾ ആൻസർ പറയുമ്പോ പെട്ടെന്ന് മ്യൂട്ട് ആയി പോയി, അതുകൊണ്ട് ചോദിച്ചതാ. അതെ അല്ലേ? പറഞ്ഞു മോള് പറഞ്ഞ ആൻസർ. ബി ഫോർ ബേർഡ്, ബി ഫോർ ബോയ്, ബി ഫോർ ബി ഫോർ ബലൂൺ, പിന്നെ ബി ഫോർ ബനാന. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഓക്കെ മക്കളെ ശ്രദ്ധിക്കുക. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ക്യാപിറ്റൽ ലെറ്റർ ബി എഴുതാൻ പഠിച്ചില്ലേ? ക്യാപിറ്റൽ ലെറ്റർ ബി എഴുതാൻ പഠിച്ചില്ലേ? മിസ്സിനെ എഴുതി കാണിച്ച ക്യാപിറ്റൽ ലെറ്റർ ബി, സ്പീഡിൽ എഴുതി കാണിച്ച ക്യാപിറ്റൽ ലെറ്റർ ബി. ആരാ ഫസ്റ്റ് എഴുതാൻ നോക്കട്ടെ? മിസ്സാണോ മക്കളാണോ ഫസ്റ്റ് എഴുതിയിരുന്നത് നോക്കട്ടെ. ക്യാപിറ്റൽ ലെറ്റർ ബി. ഏബിൾസിന്റെ എഴുതിയേ, ഉമ്മർ എഴുതിയേ ക്യാപിറ്റൽ ലെറ്റർ ബി. മിസ് സ്ലൈറ്റ് എടുത്തേ. നിങ്ങളുടെ സ്ലൈറ്റ് എവിടെ? നിങ്ങളുടെ സ്ലൈറ്റ് എവിടെ? കാണിച്ച മിസ്സിലെ സ്ലൈറ്റ്. ആദിഷിന്റെ സ്ലൈറ്റ് മിസ് കാണുന്നുണ്ട്. അടിപൊളി. ബി എഴുതിയേ. വെരി ഗുഡ് ഏബിൾ. അവൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് ബി. ആദിശ്രീ മോളെ കാണുന്നില്ലല്ലോ മിസ്സിന്. ഓക്കെ, ബി. ബി ഇതുപോലെ തന്നെയാണോ എല്ലാരും എഴുതിയത്? ക്യാപിറ്റൽ ലെറ്റർ ബി കണ്ടോ എല്ലാവരും? ഉമ്മർ എഴുതിയ മോനെ, സ്പീഡിൽ എഴുതിയേ. To write capital letter B, we have to start from the top like this, and we have to draw a line from the top to down. മുകളിൽ നിന്ന് താഴേക്ക് ഒരു വര വരയ്ക്കുക. ലൈൻ എന്ന് പറഞ്ഞാൽ വര, വരയ്ക്കുക. ലൈനൊക്കെ അവർ ആദ്യമായിട്ട് കേൾക്കുന്ന വേർഡ് ആയിരിക്കണം. നോക്ക, ബി. ബി എഴുതാൻ വേണ്ടി നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഒരു വര വരച്ചു. കണ്ടോ എല്ലാവരും? എന്നിട്ടോ ഒരു കേർവ്ഡ് ലൈൻ അല്ലെ മിഡിലേക്ക് ഇങ്ങനെ വരച്ചു. എന്നിട്ട് ഒന്നുകൂടി ആ മിഡിലിന് താഴേക്ക് കൂട്ടിച്ചേർത്തു. ഇപ്പൊ എന്തായി? ക്യാപിറ്റൽ ലെറ്റർ ബി ആയി. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു റൈം പഠിച്ചില്ലേ? ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു റൈം പഠിച്ചു അല്ലേ? ആർക്ക് ചൊല്ലാൻ പറ്റും? അത് ആർക്ക് പാടാൻ പറ്റും? ആർക്കാ പാടാൻ പറ്റാത്? ആദിശ്രീ തന്നെ പാടും അല്ലേ? ആദിശ്രീ മിടിക്കുകയാണല്ലോ. പാടിക്കോ ആദിശ്രീ. B for bat and B for ball. Very good. കണ്ടോ? എത്ര പേര് പഠിച്ചിട്ടുണ്ട്? എത്ര പേരാ പഠിച്ചിട്ടുള്ളത്? നല്ല മോളാണ്. A for apple and A for ant. എന്താ സൗണ്ട്? എന്റെ കേൾക്കുന്നുണ്ടോ നിങ്ങള്? Okay, then B. B for bat and B for ball. B ന്റെ സൗണ്ട് എന്താ? ബ ബ
Okay then. Today we are going to learn how to write small letter B. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്മോൾ ലെറ്റർ ബി എങ്ങനെ എഴുതാന്നുള്ളതാണ്. നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എ പഠിച്ചു അല്ലേ? ക്യാപിറ്റൽ ലെറ്റർ എ പഠിച്ചു. ഇങ്ങനെ കണ്ടോ? ഇനി സ്മോൾ ലെറ്റർ എ എങ്ങനെ എഴുതുക? സ്മോൾ ലെറ്റർ എ എങ്ങനെ എഴുതുക? ഇങ്ങനെ. ക്യാപിറ്റൽ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ. പഠിച്ചോ? എഴുതിയ വേഗം. മിസ്സിന്റെ കൂടെ എഴുതിയേ. ക്യാപിറ്റൽ ലെറ്റർ എ എഴുതുക, സ്മോൾ ലെറ്റർ എ എഴുതുക. എഴുതിയ നല്ല മക്കളായിട്ട്. ഷിഫാന കുട്ടി കഴിയുന്നില്ലെങ്കിൽ കടന്നോട്ടാ. അടുത്ത ക്ലാസ്സിൽ എഴുതാം നമുക്ക്. ഉമ്മർ എഴുതിയ മോനെ. ആദിഷ്, പാരന്റ്സ് ശ്രദ്ധിക്കണേ, അവർ എഴുതുന്നുണ്ടോന്ന്. ആദ്യം ക്യാപിറ്റൽ ലെറ്റർ എ എഴുതുക, പിന്നെ സ്മോൾ ലെറ്റർ എ എഴുതുക. അബ്ദുൾ ബാസിത്ത് എഴുതുന്നുണ്ടോ? മിസ്സിന് കാണിച്ചു തരണം എല്ലാവരും എഴുതിയിട്ട്. ക്യാപിറ്റൽ ലെറ്റർ എ, then സ്മോൾ ലെറ്റർ എ. മുഹമ്മദ് റഫാൻ എന്താ എഴുതിയിട്ടുള്ളത്? മലയാളാണോ? സ്പീഡിൽ എഴുതി. ആരാ ഫസ്റ്റ് എഴുതുന്നത് നോക്കട്ടെ? ഫസ്റ്റ് ആരാ എഴുതുന്നത് നോക്കട്ടെ? ആദ്യ ശ്രീ എഴുതിയിട്ടുണ്ട്. ഓക്കെ. ആ, എയ്ബൽസിന്റെ എഴുതിയിട്ടുണ്ട്. ഇനി ആരാ ഫസ്റ്റ് നോക്കട്ടെ? തനൂസ് എഴുതിയിട്ടുണ്ട്. ദെൻ എയ്ബൽ ജിയോ എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ളവർ വേഗം എഴുതിയേ. സ്പീഡിൽ എഴുതി, അവർ തോപ്പിക്കണ്ടേ നമുക്ക്. ആ, ഫാത്തിമ മെഹറിൻ എഴുതിയിട്ടുണ്ട്. മിസ് കണ്ടു. എയ്ബലിന്റെ മോന്റെ കണ്ടു മിസ്. ആദിഷ് എഴുതി. ഉമ്മർ എഴുതിയ മോനെ. ആദ്യം കുറച്ച് മടിയൊക്കെ ഉണ്ടാകും, എന്നാൽ അവര് ചെയ്തോളും. എഴുതിപ്പിക്കുക തന്നെ ചെയ്യാം, മടി നോക്കിയിട്ട് കാര്യമില്ല. നെക്സ്റ്റ് വൺ എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ ബി. ക്യാപിറ്റൽ ലെറ്റർ ബി അല്ലേ നമ്മൾ പിന്നെ പഠിച്ചത്? ക്യാപിറ്റൽ ലെറ്റർ ബി. എ ബി പഠിച്ചോ? എഴുതി നിങ്ങൾ എല്ലാവരും? ക്യാപിറ്റൽ ലെറ്റർ ബി. മക്കൾ എഴുതിയില്ലെങ്കിൽ പാരന്റ്സിന് കൈ പിടിച്ച് എഴുതിപ്പിക്കാമേ. അവരെ ഹെൽപ്പ് ചെയ്തോ? കണ്ടു. ആദിശ്രീ മിസ് കണ്ടിട്ടുണ്ടേ. Capital letter A, then we wrote small letter A, after that capital letter B. Now we are going to learn how to write small letter B. ശ്രദ്ധിക്കുക മക്കളെ. To write small letter B, we have to draw a line from the top to down. ഇതുപോലെ ഒരു വര വരച്ചേ. വരച്ച് നിങ്ങൾ എല്ലാവരും വരച്ചേ. എന്റെ മക്കൾ എല്ലാവരും വരച്ചേ. ഒരു ലൈൻ വരച്ചേ. വരച്ചോ? Say yes or no. ആ, അടിപൊളി. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഈ മിഡിലിന്ന് ഈ നടുക്ക് ഇങ്ങനെ വരക്ക. സ്മോൾ ലെറ്റർ ബി. കണ്ടോ? ഇപ്പൊ എന്തായി? സ്മോൾ ലെറ്റർ ബി ആയില്ലേ? എളുപ്പല്ലേ സ്മോൾ ലെറ്റർ ബി എഴുതാൻ? ക്യാപിറ്റൽ ലെറ്റർ ബി. ഇതെന്താ? സ്മോൾ ലെറ്റർ ബി. എന്താ അബ്ദുൾ ബാസിദ്, എന്റെ മോനെ എഴുതിയാ? കാണിച്ചേ മിസ്സിന് എഴുതിയത്. കാണിച്ചേ. ആ, കണ്ടല്ലോ മിസ്.
ലാർഡിങ് കണ്ടിട്ടുണ്ട്. ക്യാപിറ്റൽ ലെറ്റർ ബി, then സ്മോൾ ലെറ്റർ ബി. ഒന്നുകൂടി എഴുതി നോക്കിയേ, നിങ്ങൾ എല്ലാവരും. സ്മോൾ ലെറ്റർ ബി എഴുതി നോക്കിയേ. ആദ്യം ഒരു വര വരയ്ക്കുക, പിന്നെ നടുക്കിന് ഇങ്ങനെ ഒരു കേർവ്ഡ് ലൈൻ, ഇങ്ങനെ. സ്മോൾ ലെറ്റർ ബി. മിസ്സാണല്ലേ എപ്പോഴും ഫസ്റ്റ് എഴുതിയിരുന്നത്. സ്പീഡിൽ എഴുതിയ ഉമ്മറെ മോനെ. മിസ് ഒന്നും കണ്ടില്ലല്ലോ നിന്റെ. സ്മോൾ ലെറ്റർ ബി ഏബിൾ സിൻഡ്രോന്റെ കണ്ടിട്ടുണ്ട് മിസ്. എല്ലാരും നന്നായിട്ട് എഴുതുന്നുണ്ടേ. തനൂസ് സ്പീഡിൽ എഴുതിയേ. മുഹമ്മദ് റഫാന്റെ കണ്ടു. കണ്ടേ മിസ് എല്ലാവരും കണ്ടിട്ടുണ്ട്. നിതാഷ എഴുതി കഴിഞ്ഞോ മോളെ? എഴുതി കഴിഞ്ഞോ? ഓക്കെ. ഇനി നമ്മൾ ഇപ്പറ എഴുതി വെച്ചിട്ടില്ലേ, ക്യാപിറ്റൽ ലെറ്റർ എഴുതിയിട്ടുണ്ട്, സ്മോൾ ലെറ്റർ എഴുതിയിട്ടുണ്ട്, ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ബി എഴുതിയിട്ടുണ്ട് അല്ലേ. ഇനി സ്മോൾ ലെറ്റർ ബി. എഴുതിയോ എല്ലാവരും? എഴുതിയവര് തമ്പ് കാണിച്ചേ എഴുതിയവര്. അതിശ്രീ എഴുതി, തനൂസ് എഴുതി, മുഹമ്മദ് റഫാൻ എഴുതിയോ? then നല്ല മക്കളാണ് മിസ്സിന്റെ. ബി വെച്ചിട്ട് നമ്മൾ ഏതൊക്കെ വേർഡ്സാ പഠിച്ചത്? ബി വെച്ചിട്ട്? ആദിശ്രീക്കുട്ടി പറഞ്ഞിട്ടുണ്ട്. ഇനി ആർക്ക് പറയാൻ പറ്റും ബി വെച്ച് നമ്മൾ പഠിച്ച വേർഡ്സ്? ഈ ഡാഷൊക്കെ പറയാൻ പറ്റുമോ? ഓക്കെ, നിഡാഷ ഒന്നുകൂടി പറഞ്ഞ പോലെ, മിസ് കേട്ടിട്ടില്ല. ഒന്നുകൂടി പറഞ്ഞുതരാ. ബി ഫോർ ബേർഡ്. കണ്ടോ? ബേർഡിന്റെ പിക്ചർ കണ്ടോ എല്ലാരും? ബി ഫോർ ബേർഡ്. ബി ഫോർ ബേർഡ്. പറയുന്നുണ്ട് ബി ഫോർ ബേർഡ്. ബി ഫോർ ബേർഡ്. ബി ഫോർ ബേർഡ്. നെക്സ്റ്റ് വൺ, ബി ഫോർ ബോയ്. ബി ഫോർ ബോയ്. ആൺകുട്ടി. ബി ഫോർ ബോയ്. തേർഡ് വൺ, ബി ഫോർ ബലൂൺ. ബലൂണിന്റെ പിക്ചർ കണ്ട എല്ലാവരും? ബലൂൺ വേണ്ട എല്ലാവർക്കും സ്കൂളിൽ വന്നിട്ട്? എത്ര പേർക്ക് ബലൂൺ വേണം? എത്ര പേർക്കാ ബലൂൺ വേണ്ടത്? തനൂസിന് ബലൂൺ വേണ്ട അല്ലേ? ഉമ്മറിനും വേണ്ടല്ലോ? വേണം. ഉമ്മറിന് ബലൂൺ വേണോ മിസ്സിന്റെ കയ്യിൽ നിന്ന്? വേണം അല്ലേ? ബി ഫോർ ബേർഡ്. ഇത് വേഗം പഠിച്ച് മിസ്സിന് പറഞ്ഞു കേൾപ്പിച്ചാലും മിസ് ബലൂൺ കൊണ്ടുതരുമല്ലോ. ബി ഫോർ ബേർഡ്. ബി ഫോർ ബോയ്. മിസ് ഇവിടെ കേൾക്കുന്നുണ്ടേ. ബി ഫോർ ബോയ്. ബി ഫോർ ബലൂൺ. നെക്സ്റ്റ് വൺ, ബി ഫോർ ബനാന. ബി ഫോർ ബനാന. മിസ് ഇവിടെ കേൾക്കുന്നുണ്ടേ, അതൊക്കെ പറയുന്നില്ലെന്ന്. ആദിഷ് പറയുന്നില്ലല്ലോ. ആദിഷേ പറയുന്നുണ്ടോ? ബി ഫോർ ബേർഡ്. ഒച്ചത്തില് ബി ഫോർ ബേർഡ്. ബി ഫോർ ബോയ്. ബി ഫോർ ബലൂൺ. ബി ഫോർ ബനാന. നമ്മൾ എ വെച്ചിട്ട് 3 വാക്ക് പഠിച്ചിട്ടുണ്ടല്ലോ. ഏതൊക്കെയാ അത്? ഇതെന്താ? വാട്ട് ഇസ് ദിസ്? A for apple. A for apple.
Next one. Idenda. What is this? This is aeroplane. A for aeroplane. Next one. A for ant. A for ant. Parents ശ്രദ്ധിക്കണേ മക്കൾ പറയുന്നുണ്ടോന്ന്. First one, A for apple. A for aeroplane. A for ant. അത് കൂടാതെ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? റൈം പഠിച്ചു അല്ലേ? A for apple and A for ant. പാടിയ മിസ്സിന്റെ കൂടെ. A for apple. A for apple and A for ant. A for ant. പാടിയ മിസ്സിന്റെ കൂടെ. ഏബിൾ ചെയ്യോ പാടിയേ? മിസ് കേൾക്കുന്നില്ലല്ലോ. A for ant. Next one. B for ball and B for bat. പാടിയ മിസ്സിന്റെ കൂടെ. B for ball and B for bat. ഈ രണ്ടെണ്ണം പഠിച്ചോ? 4 വേർഡ്സ് പഠിച്ചോ നിങ്ങൾ പുതിയതായിട്ട്? പഠിച്ചോ? ഓക്കെ then. ഇനി സി നമുക്ക് ലെറ്റർ പുതിയത് തുടങ്ങണോ? സി എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്റർ തുടങ്ങണോ? നമുക്ക് ബി തന്നെ എഴുതി പഠിച്ചാലോ? ക്യാപിറ്റൽ ലെറ്റർ ബി, ബിയും സ്മോൾ ലെറ്റർ ബിയും എഴുതി പഠിച്ചാലോ? സ്ലൈറ്റിൽ ഒന്ന് മായ്ച്ചു വെച്ച എല്ലാവരും നോക്ക. ക്യാപിറ്റൽ ലെറ്റർ ബി എഴുതുക. ഒരു സ്ലൈറ്റ് മുഴുവനും ക്യാപിറ്റൽ ലെറ്റർ ബി എഴുതിയ എല്ലാവരും. സ്ലൈറ്റ് മുഴുവനും എഴുതിയേ. ആരാ ഫസ്റ്റ് എഴുതുന്നത് നോക്കട്ടെ? ഫസ്റ്റ് എഴുതുന്നവർക്കൊരു സമ്മാനമുണ്ട്. സ്കൂള് തുറന്നു കഴിയുമ്പോ ക്യാപിറ്റൽ ലെറ്റർ ബി എഴുതിയ സ്ലൈറ്റ് മുഴുവനും സ്പീഡിൽ എഴുതി. ആരാ എഴുതിയ ഫസ്റ്റ് നോക്കട്ടെ? ആരാ ഫസ്റ്റ് നോക്കട്ടെ ഈ ക്ലാസ്സില്? സ്പീഡിൽ എഴുതി ഫാത്തിമ കുട്ടി. വേഗം എഴുതി ബി. ക്യാപിറ്റൽ ലെറ്റർ ബി സ്പീഡിൽ എഴുതണേ. സ്ലൈറ്റ് മുഴുവനും എഴുതണം. B for ball and B for bat. ആ വേർഡ്സ് മനസ്സിലുണ്ടാവണേ. സ്പീഡിൽ എഴുതിക്കോ. B for bat, B for ball, B for boy, B for banana, B for bird, B for balloon. Very good. Abels undo. ഇനി ആരാ നോക്കട്ടെ? മിസ് എഴുതട്ടെ. ആരാ ഫസ്റ്റ് നോക്കാലോ നമുക്ക്? മിസ് ആണോ മക്കളാണോ ഫസ്റ്റ് നോക്കട്ടെ? ബി പറഞ്ഞോണ്ട് എഴുതണേ. ബി ബി ബി. മിസ് എഴുതി തീരാനായി. തനൂസ് എഴുതി കഴിഞ്ഞു. അടുത്തത് ആരാ നോക്കട്ടെ? വേഗം മിസ് ഇപ്പൊ എഴുതി തരും. ആദിശ്രീ എഴുതി. വെരി ഗുഡ്. നെക്സ്റ്റ് മിസ് തന്നെയാ ഫസ്റ്റ്. ബി. ആ നിതാശക്കുട്ടി എഴുതി. ഏബൽ എഴുതി. മിസ് ഇപ്പൊ എഴുതി തരുവേ. എഴുതട്ടെ മിസ്? ഫാത്തിമ കുട്ടി സ്പീഡിൽ എഴുതി. ആദിഷ്. ഫാത്തിമ സിദ്ദിഖ് എഴുതി. ആദിഷ് മോനെ ഫുൾ എഴുതിയ. സ്ലൈറ്റ് മുഴുവനും എഴുതിയേ. സ്ലൈറ്റ് മുഴുവനും എഴുതിയേ. ആ റഫൻ കണ്ടിട്ടുണ്ട് മിസ്സേ.
സ്പീഡില്. എഴുതാൻ മടിയുള്ള കുട്ടികളുണ്ടാവും. ഓക്കെ, ഏബിൾ ചെയ്യോ? മിസ് കണ്ടിട്ടുണ്ടേ, കുഴപ്പമില്ല. നോക്ക്, മിസ് എഴുതിയ നോക്ക്. മിസ് എഴുതിയത് കണ്ടോ എല്ലാവരും? ബി ബി B for bird, B for boy, B for balloon, B for banana, B for ball, B for bat. A for ant, A for apple. Fatima Kutti miss kandu. A for apple, A for ant, A for aeroplane. Next one B. ഇനി നമുക്ക് സ്മോൾ ലെറ്റർ എഴുതാം. സ്ലേറ്റിന്റെ മറുഭാഗം എടുത്തേ എല്ലാവരും. ഇനി നമുക്ക് സ്മോൾ ലെറ്റർ എഴുതാൻ നോക്കാലോ. സ്ലേറ്റ് മറുഭാഗം മുഴുവനും എഴുതിയേ. ബി, സ്മോൾ ലെറ്റർ ബി എഴുതിയേ. ബി എഴുതിയേ. ഇതിൽ ആരാ ഫസ്റ്റ് നോക്കട്ടെ? ബി. ബി. വേർഡ്സ് ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്റെ മോൻ എഴുതിയ അബ്ദുൽ ബാസിദ് നല്ല മോനല്ലേ? മിസ്സിന്റെ പൊന്നു മോനല്ലേ എഴുതിയേ? അയ്യയ്യേ, നാണക്കേട്. നോക്കി എല്ലാരും എഴുതുന്നത്. ക്ലാസ്സിൽ ഫസ്റ്റ് ആവണ്ടേ മോനെ? വേഗം ഇരുന്ന് എഴുതിയേ. ഓനെ എഴുതും. അബ്ദുൽ ബാസിദ് എഴുതും. നല്ല മോനാന്ന്. അബ്ദുൽ ബാസിദ് വന്നിട്ട് എന്തൊക്കെ കൊടുക്കണം നമുക്ക്? ബോള് കൊടുക്കണം, ബലൂണ് വാങ്ങണം അല്ലേ? ഇവിടെ ഊഞ്ഞാലുണ്ടല്ലോ, ഊഞ്ഞാലിൽ കയറാലോ മോന്. എഴുതിയ മക്കൾക്കേ ഉള്ളൂ, എഴുതുന്നവർക്കേ ഉള്ളൂ. ബി. ബി ഫോർ ബേർഡ്, ബി ഫോർ ബലൂൺ, B for boy, B for banana, B for ball. Very good. എഴുതുന്നത് മിസ് കാണുന്നുണ്ടേ. B for ball. അബ്ദുൽ ബാസിദ് എഴുതിയ മോനെ? നല്ല മോനല്ലേ എഴുതിയേ? ബാക്കി എല്ലാവരും ഇരുന്ന് എഴുതുന്ന നോക്ക്. അവര് കളിയാക്കില്ല എന്റെ മോനെ. അയ്യയ്യേ, ഉറക്കം പോയിട്ടില്ലേ മോന്റെ? അമ്മ രാവിലെ എണീപ്പിച്ചിനാ ക്ലാസ്സിൽ കയറണം പറഞ്ഞിട്ട്. അയ്യോടാ. ഓക്കെ, മിസ് കണ്ടിട്ടുണ്ട് എല്ലാവരുടെയും കേട്ടാ. രണ്ട് ഭാഗത്ത് നമ്മൾ ബി എഴുതി പഠിച്ചിട്ടുണ്ടല്ലേ? ക്യാപിറ്റൽ ലെറ്റർ ബി എഴുതി, സ്മോൾ ലെറ്റർ ബി എഴുതി. നിങ്ങൾ ഹോംവർക്ക് എല്ലാം ചെയ്യുന്നുണ്ടോ? മിസ് തരുന്നത്, മിസ് തരുന്ന ഹോംവർക്ക് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? നോട്ട് ബുക്കിന്റെ ഫോട്ടോ ആരും മിസ് കണ്ടിട്ടില്ലല്ലോ. ഒന്നോ രണ്ടോ കുട്ടികളുടെ മാത്രമേ മിസ് കണ്ടിട്ടുള്ളൂ. സ്കൂൾ തുറക്കുമ്പോൾ മിസ് ചോദിക്കുവേ, എവിടെ നിങ്ങളുടെ ബുക്ക് ചോദിക്കും. കേട്ടല്ലോ? എത്ര പേര് അന്ന് സ്ലേറ്റിൽ എഴുതി പഠിച്ചിട്ടുണ്ട് ക്യാപിറ്റൽ ലെറ്റർ ബി? കഴിഞ്ഞ ക്ലാസ്സില് എഴുതി പഠിച്ചവര് കൈപൊക്കിയേ. അതിശ് രണ്ട് കൈയും പൊക്കുന്നുണ്ട്. എല്ലാരും എഴുതിയിട്ടുണ്ടല്ലേ? നല്ല മക്കളാണേ. ഇന്ന് പഠിപ്പിച്ച സ്മോൾ ലെറ്റർ ബി അമ്മമാരെ കേൾക്കണേ, സ്ലേറ്റിൽ എഴുതി പഠിപ്പിക്കണേ.
അബ്ദുൽ ബാസിത്തിന് നോക്കണേ, എഴുതിപ്പിക്കണേ. ഓക്കെ, സ്മോൾ ലെറ്റർ ബി. അപ്പൊ ക്യാപിറ്റൽ ലെറ്റർ എയും സ്മോൾ ലെറ്റർ എയും നമ്മൾ നോട്ട്ബുക്കിൽ ഓൾറെഡി എഴുതിയതായിരുന്നു. ഇതുവരെ എഴുതാത്തവരെ എഴുതിപ്പിക്കണേ. ഇനിയിപ്പോ നാളെ ലീവ് അല്ലേ, അപ്പൊ നാളെ ഇരുത്തി എഴുതിപ്പിക്കുക. പിന്നെ രണ്ടാമത്തെ പേജില് ക്യാപിറ്റൽ ലെറ്റർ ബി മാത്രം 3 കോളാക്കിയിട്ട് എഴുതിപ്പിച്ചാൽ മതി. അവർക്ക് മടുക്കാത്ത വിധത്തിൽ ഇടക്കിടക്ക് എഴുതിപ്പിച്ചാൽ മതി. പിന്നെ നെക്സ്റ്റ് പേജിൽ എഴുതേണ്ടത് സ്മോൾ ലെറ്റർ ബി ആണ്. സ്മോൾ ലെറ്റർ ബി 3 കോളാക്കുക. അതിൽ നിങ്ങൾ കുറച്ച് വലുതായിട്ട് സ്മോൾ ലെറ്റർ ബി എഴുതി കൊടുക്കുക. മക്കളോടത് താഴെ വരെ എഴുതാൻ വേണ്ടി പറയാം. സ്ലേറ്റിൽ നന്നായിട്ട് എഴുതിപ്പിക്കുക. എയും ബിയും മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ, അത് എഴുതിപ്പിക്കുക. പിന്നെ വേർഡ്സ് ഞാൻ ആ റൈമിൽ വരുന്ന 2 പുതിയ വേർഡ് വരുന്നുണ്ട് ബി വെച്ചിട്ടുള്ള, അപ്പൊ അതും എ വെച്ചിട്ടുള്ള വേർഡ്സും പഠിപ്പിക്കുക. കേൾക്കുന്നില്ല? മനസ്സിലാവുന്നില്ലേ? നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? മടുത്തില്ലേ എല്ലാവരും? ഇന്ന് സ്മോൾ ലെറ്റർ ബി എഴുതാൻ പഠിച്ചില്ലേ? പഠിച്ചോ അബ്ദുൽ ബാസിത്തെ? നീ ടാറ്റ പറയുന്നുണ്ടല്ലേ, വേഗം കിടന്ന് ഉറങ്ങാനല്ലേ? ഓക്കെ, ബാക്കി എല്ലാവരും എഴുതിയിട്ടുണ്ടല്ലേ? നല്ല മക്കളാണ് കേട്ടാ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ എ എഴുതാനും ബി എഴുതാനും പഠിക്കണം. വേർഡ്സ് എല്ലാം പഠിച്ചിട്ട് വരണം കേട്ടാ. ഓക്കെ, ബൈ ബൈ. See you in the next class. Okay, bye.